നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും ഉയിർപ്പ് തിരുക്കർമ്മങ്ങളും നടന്നു. വെള്ളിക്കുളങ്ങര കോടശ്ശേരി മാരാംകോടിൽ അയൽവാസികൾ തമ്മിൽ തർക്കത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു മരിച്ചു. ചേരിയേക്കര ഷിജുവാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ അന്തോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകരയിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തി യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മർമ്മ ചികിത്സാ കേന്ദ്രം ഉടമ പിടിയിൽ. വല്ലപ്പാടിയിലുള്ള ആർട്ട് ഓഫ് മർമ്മ എന്ന സ്ഥാപനത്തിൽ ചികിത്സയ്ക്കെത്തിയ തൃക്കൂർ സ്വദേശിയായ യുവതിക്ക് നേരെയാണ് ലൈംഗികാതിക്രമം നടന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തുമെന്ന് താക്കീതുമായി ജില്ലാ കളക്ടർ. ആളൂർ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കദളിച്ചിറ നാശത്തിന്റെ വക്കിൽ. വർഷങ്ങളായി പായലും ചണ്ടിയും നിറഞ്ഞുകിടക്കുന്ന ചിറയുടെ പുനരുദ്ധാരണത്തിന് നടപടി വൈകുന്നു. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയുടെ സർവീസ് റോഡിലുള്ള കലുങ്ക് പാലത്തിനോട് ചേർന്ന് റോഡരികിൽ സുരക്ഷാ ഭിത്തിയില്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. വാർത്തകൾ വിശദമായി. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും ഉയിർപ്പ് തിരുക്കർമ്മങ്ങളും നടന്നു. നിരവധി വിശ്വാസികളാണ് ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. എല്ലാ പ്രേക്ഷകർക്കും NCTVയുടെ ഈസ്റ്റർ ആശംസകൾ. കൊടകര കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ഇടവകയിലെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായി. ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് റക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരിമാരായ ഫാദർ അജിത് തടത്തിൽ, ഫാദർ റൈസൻ തട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് ഈസ്റ്റർ എഗ്ഗ് വിതരണം നടന്നു. കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയി കളത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ഉയിർപ്പ് തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ പോൾ തേക്കാനത്ത് കാർമ്മികരായി. കുർബാന, ഉയിർപ്പ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ, ഉയിർത്തെഴുന്നേറ്റ യേശുവിൻ്റെ രൂപം വഹിച്ചുള്ള പ്രദക്ഷിണം, ഉയിർപ്പിൻ്റെ ദൃശ്യാവിഷ്കാരം എന്നിവയുണ്ടായി. വിമോചനത്തിനുമുള്ള ഔഷധമാക്കി പിതാവ് മാറ്റിയിരിക്കുന്നു. മരണം വരെ പിതാവിനെ മഹത്വപ്പെടുത്തിയവനെ മഹത്വത്തിന്റെ കിരീടം പിതാവ് ചാർത്തിക്കൊടുത്തിരിക്കുന്നു. നിനക്ക് കാണണ്ടേ അവന്റെ മഹിമ? കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ രൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും ഇതോടനുബന്ധിച്ച് നടന്നു. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കരേക്കാടൻ സഹകാർമ്മികനായിരുന്നു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ ഉയിർപ്പ് തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ കാർമ്മികത്വം വഹിച്ചു. കുർബാന, ഉയിർത്തെഴുന്നേറ്റ യേശുവിൻ്റെ രൂപം വഹിച്ചുള്ള പ്രദക്ഷിണം, ഉയിർപ്പിൻ്റെ ദൃശ്യാവിഷ്കാരം, ഈസ്റ്റർ എഗ്ഗ് വിതരണം എന്നിവയുണ്ടായി.
ഈസ്റ്റർ ദിനത്തിൽ തൃശൂർ പള്ളികൾ സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെയും സന്ദർശിച്ചു. തൃശൂരിലെ പുത്തൻപള്ളി, ഒല്ലൂർ പള്ളി എന്നിവിടങ്ങളിലാണ് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത്. ശേഷം തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു. ഇരുവരും പരസ്പരം മധുരം കൈമാറി. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നതായും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഈസ്റ്ററിൻ്റെ സന്ദേശം തന്നെ സമാധാനത്തിൻ്റേതാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യമായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ഞങ്ങളുടെ കുർബാനയിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. പ്രത്യാശയുടെ തീർത്ഥാടകരാകാനുള്ള ജൂബിലി വർഷമാണ്. അതുകൊണ്ട് ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളാണ്, സമാധാനത്തിൻ്റെ തിരുനാളാണ്, പുതുജീവൻ്റെ തിരുനാളാണ്, പ്രകാശത്തിൻ്റെ തിരുനാളാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തിരുനാളുകളുടെ തിരുനാളാണ്. ഈ അവസരത്തിൽ സുരേഷ് ഗോപി ഈ ഭവനത്തിൽ വരാനും ഈസ്റ്റർ ആശംസകൾ. അടിതെറ്റി വീണാലും നിനക്ക് ഉയിർപ്പുണ്ട് എന്നതിൻ്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പ്രതീക്ഷ ഒന്നില്ലെങ്കിൽ ജീവിതമില്ല. പ്രതീക്ഷയിലൂടെയാണ് ഓരോ കുടുംബവും, സംസ്ഥാനവും, രാജ്യവും മുന്നോട്ട് പോകുന്നത്. ആ പ്രതീക്ഷയാണ് ഈസ്റ്റർ നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ജീവിതമില്ല. ഓരോ ദിവസവും നമ്മൾ അടുത്ത ദിവസം ഉണരും എന്ന് പറഞ്ഞാണ് ഉറങ്ങുന്നത്. ആ പ്രതീക്ഷയിൽ നിന്ന് തുടങ്ങിയുള്ള പ്രതീക്ഷകൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ഭാവി തലമുറകളുടെ കാര്യമായാലും ശരി തന്നെ, ലോകത്തിൻ്റെ കാര്യം, രാജ്യത്തിൻ്റെ കാര്യം, സംസ്ഥാനത്തിൻ്റെ കാര്യം, വീടിൻ്റെ കാര്യം എല്ലാം പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ വിൽ നെവർ ഫെയിൽ യു. ഒരിക്കലും നിങ്ങൾ തോൽവിയിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈസ്റ്ററിൻ്റെ. സുരേഷ് ഗോപിക്കൊപ്പം BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. വെള്ളിക്കുളങ്ങര കോടശ്ശേരി മാരാങ്കോടിൽ അയൽവാസികൾ തമ്മിൽ തർക്കത്തിൽ ഒരാൾ വെട്ടേറ്റു മരിച്ചു. ചേരിയേക്കര ശിശുപാലൻ എന്ന് വിളിക്കുന്ന 40 വയസ്സുള്ള ഷിജുവാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ ആട്ടോക്കാരൻ വീട്ടിൽ അന്തോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട ഷിജുവിൻ്റെ നായ അന്തോണിയുടെ വീട്ടിലേക്ക് കയറിയതാണ് തർക്കത്തിന് കാരണം. മദ്യലഹരിയിലായിരുന്ന അന്തോണി ഷിജുവിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. ശനിയാഴ്ച രാത്രി 10:30-ക്കായിരുന്നു സംഭവം. ഇവർ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ശനിയാഴ്ച രാത്രി 10:30-ക്ക് ഷിജുവിൻ്റെ വീട്ടുപറമ്പിനടുത്തു നിന്നും പരസ്പരം വഴക്കും ബഹളവും ഉണ്ടാക്കിയപ്പോൾ അന്തോണി കൈവശം കരുതിയിരുന്ന കൊടുവാൾ കൊണ്ട് ഷിജുവിൻ്റെ തലയ്ക്കും മുഖത്തും കഴുത്തിനും മറ്റും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റിലായ അന്തോണിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SHO K കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ, KT ജോഷി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ KO ഷാജു, രാകേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ്, രജിത്ത്, അമൽരാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടകരയിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മർമ്മ ചികിത്സാ കേന്ദ്രം ഉടമ പിടിയിൽ. വല്ലപ്പാടിയിലുള്ള ആർട്ട് ഓഫ് മർമ്മ എന്ന സ്ഥാപനത്തിൽ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് നേരെയാണ് ലൈംഗികാതിക്രമം നടന്നത്. മർമ്മ ചികിത്സാ കേന്ദ്രത്തിൻ്റെ ഉടമസ്ഥൻ കൊടകര വട്ടേക്കാട് വിരിപ്പിൽ വീട്ടിൽ 47 വയസ്സുള്ള സിൻഡക്സ് സെബാസ്റ്റ്യനെയാണ് കൊടകര പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 15-ന് ഉച്ചയ്ക്ക് 12:30-യോടെ തൃക്കൂർ സ്വദേശിയായ യുവതി വലതുകൈയുടെ തരിപ്പിനെ ചികിത്സയ്ക്കായി ആർട്ട് ഓഫ് മർമ്മ സ്ഥാപനത്തിലെത്തി. ഉഴിച്ചിലിനായി വനിതാ ജീവനക്കാർ ഉണ്ടെന്നിരിക്കെ അവരെ ഒഴിവാക്കി പ്രതി ചികിത്സ എന്ന വ്യാജേന യുവതിയെ നിർബന്ധിച്ച് വിവസ്ത്രയാക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും പിന്നീട് ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു. കൊടകര പോലീസ് SHO PK ദാസ്, സബ് ഇൻസ്പെക്ടർ ES സുരേഷ്, ASIമാരായ ജ്യോതിലക്ഷ്മി, ബേബി, ഗോകുലൻ, ആഷ്ലിൻ ജോൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ജിലു, സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തുമെന്ന് താക്കീതുമായി ജില്ലാ കളക്ടർ. അടിപ്പാത, മേൽപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വളരെ വലിയ ഗതാഗത കുരുക്കാണ് ദേശീയപാതയിൽ അനുഭവപ്പെടുന്നത്. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ട് ഏപ്രിൽ 16-ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടിരുന്നു.
എന്നാൽ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ എത്രയും വേഗം നടപ്പിലാക്കുമെന്നും ഇതിനായി സാവകാശം അനുവദിക്കണമെന്നും നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് മരവിപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി, RTO എന്നിവരുമായി ചർച്ച നടത്തുന്നതിന് 22-ന് റൂറൽ SP-യുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ട്രാഫിക് വിഷയത്തിൽ പരിഹാരമായില്ലെങ്കിൽ ടോൾ നിർത്തിവയ്ക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുത പകരാൻ ലോട്ടസ് സലൂൺ തിങ്കളാഴ്ച വൈകിട്ട് 3-ന് വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ പ്രവർത്തനം ആരംഭിക്കും. പള്ളിക്കുന്ന് അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം AB കോംപ്ലക്സിൽ ആരംഭിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് നിർവഹിക്കും. ആളൂർ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കദളിച്ചിറ നാശത്തിന്റെ വക്കിൽ. വർഷങ്ങളായി പായലും ചണ്ടിയും നിറഞ്ഞുകിടക്കുന്ന ചിറയുടെ പുനരുദ്ധാരണത്തിന് നടപടി വൈകുന്നു. ആളൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളവും ജലസേചനത്തിനാവശ്യമായ വെള്ളവും എത്തുന്നത് വിസ്തൃതമായ കദളിച്ചിറയിൽ നിന്നാണ്. ശുദ്ധജല പദ്ധതിയുടെയും ജലസേചന പദ്ധതിയുടെയും പമ്പ് ഹൗസുകൾ കദളിച്ചിറയോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഉറുമ്പൻ കുന്നിലുള്ള ജലസംഭരണിയിലേക്ക് കദളിച്ചിറയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ശുദ്ധജലമാണ് കൊമ്പൊടിഞ്ഞാമാക്കൽ, ആനത്തടം, എടത്താടൻ കവല, കനാൽ പാലം, ആളൂർ മാളവഴി എന്നീ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുന്നത്. പമ്പിങ്ങിനാവശ്യമായ വെള്ളം ചിറയിലുണ്ടെങ്കിലും പുല്ലുമൂടി നികന്നുകൊണ്ടിരിക്കുന്നത് ചിറ നശിക്കാൻ ഇടയാക്കുമെന്ന ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. 4 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്ന് 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ചിറ നവീകരിച്ചിരുന്നു. തുടർന്ന് എല്ലാ വർഷവും ചിറ വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഒന്നും നടന്നില്ല. 4 വർഷത്തോളമായി നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ പൂർണ്ണമായും പുല്ലുമൂടിയ നിലയിലാണ് ഇപ്പോൾ കദളിച്ചിറ. കദളിച്ചിറ പുനരുദ്ധരിച്ച് ചുറ്റും നടപ്പാതയും വൈദ്യുതി വിളക്കുകളും പൂന്തോട്ടവും ഒരുക്കിയാൽ പ്രാദേശിക ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിച്ചെടുക്കാനാവുമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകാനും വിസ്തൃതമായ കുളം ഉപയോഗപ്പെടുത്താനാകും. വേനൽക്കാലത്ത് ചിറയിലെ ജലനിരപ്പ് താഴ്ന്നാൽ തൊട്ടടുത്തുകൂടി കടന്നു പോകുന്ന ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര കനാലിൽ നിന്ന് ചിറയിലേക്ക് വെള്ളം ഒഴുക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട്. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയുടെ സർവീസ് റോഡിലുള്ള കലുങ്കു പാലത്തിനോട് ചേർന്ന് റോഡരികിൽ സുരക്ഷാ ഭിത്തിയില്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം തോടിന് കുറുകെ നിർമ്മിച്ച കലുങ്കു പാലത്തിനോട് ചേർന്നാണ് അപകട ഭീഷണിയുള്ളത്. സുരക്ഷാ ഭിത്തിയില്ലാതെ തോട്ടിലേക്ക് തുറന്നിരിക്കുന്ന ഭാഗത്ത് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ആൾമറ ഇപ്പോൾ നശിച്ച നിലയിലാണ്. പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അപകട സാധ്യത കുറയ്ക്കുന്നതിനായി എത്രയും വേഗം ഇവിടെ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. NSS ആമ്പല്ലൂർ കരയോഗവും വനിതാ സമാജവും ബാലസമാജവും സംയുക്തമായി കുണ്ടുകാവ് ക്ഷേത്രം അഗ്രശാലയിൽ സംഘടിപ്പിച്ച സദാനന്ദം മുകുന്ദപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി S. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് C. മുരളി അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി കലാസാഗരൻ, വനിതാ സമാജം ട്രഷറർ ഗീതാലക്ഷ്മി, കരയോഗം ട്രഷറർ മുരളീധരൻ, വനിതാ സമാജം പ്രസിഡന്റ് ശോഭന കണ്ണൻ, ബാലസമാജം പ്രസിഡന്റ് അഭിനവ് എന്നിവർ പ്രസംഗിച്ചു. AV ബിജു ഭഗവത്ഗീതയും മയക്കുമരുന്ന് വിമുക്തിയും എന്ന വിഷയത്തിൽ പഠന ബോധന ക്ലാസ് നയിച്ചു. ഈ ജന്മം കഴിഞ്ഞാൽ നേരിട്ട് എന്നിലൊരു കൊച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെരുപ്പ് കുത്തുന്ന വൃദ്ധൻ ഭഗവാനെ പൂജിക്കുന്നു മറ്റും കണ്ടിട്ടില്ല. ഡൗട്ടായി. അപ്പൊ വിഷ്ണു ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അത്ഭുതപ്പെടണ്ട, രണ്ടുപേരും ചോദിക്കും ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് പറയണം? NSS ഞെല്ലൂർ കരയോഗത്തിന് കീഴിലെ വനിതാ സമാജം വാർഷികാഘോഷം NSS തൃക്കൂർ കല്ലൂർ മേഖലാ കൺവീനർ നന്ദൻ പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. വനിതാ സമാജം പ്രസിഡന്റ് ലക്ഷ്മി ബാല അധ്യക്ഷത വഹിച്ചു. കരയോഗം പ്രസിഡന്റ് മനോജ്, വസന്ത പങ്കാക്ഷൻ, കരിപ്പേരി രാമൻകുട്ടി, തുഷാര, ഗംഗാധരൻ, ഗീത സുനിൽ, രമ്യ മനോജ് എന്നിവർ പ്രസംഗിച്ചു. കേരള കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ KM മാണി സ്മൃതി സംഗമം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TC പോളി അധ്യക്ഷത വഹിച്ചു. ജൻസൺ ജോൺസൺ, ബാബു എപ്പറമ്പിൽ, CS സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. തിരുവില്ലാമലയിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. തോഴൂർ വീട്ടിൽ 70 വയസ്സുള്ള രാജനാണ് ഞായറാഴ്ച രാവിലെ ഒറ്റപ്പാലം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നെങ്കിലും
ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു. കഴിഞ്ഞ രാത്രി തിരുവില്ലാമലയിൽ വച്ചാണ് രാജനെ കാറിടിച്ചത്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ 10-നും 15-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഏപ്രിൽ 28-ന് 4 മണിക്ക് മുൻപായി അളഗപ്പ നഗർ പഞ്ചായത്തിൽ സമർപ്പിക്കണം. വില്ലടത്ത് പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഏപ്രിലിൽ ആരംഭിക്കുന്ന സൗജന്യ തയ്യൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 18 മുതൽ 44 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പങ്കെടുക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിശീലനം. ഭക്ഷണവും താമസവും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും സൗജന്യമായിരിക്കും. പദ്ധതിയുടെ ഭാഗമായി സംരംഭകത്വ വികസനം, വായ്പാ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളും ഉണ്ടാകും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ NCVET സർട്ടിഫിക്കറ്റും ലഭിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ലാൻഡ് ലൈൻ 0487969441, മൊബൈൽ 9447196124. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8945 രൂപ, പവന് 71,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പാതിര കുർബാനയും ഉയിർപ്പ് തിരുക്കർമ്മങ്ങളും നടന്നു. വെള്ളിക്കുളങ്ങര കോടശ്ശേരി മാരാംകോടിൽ അയൽവാസികൾ തമ്മിൽ തർക്കത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു മരിച്ചു. ചേരിയേക്കര ഷിജുവാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ അന്തോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകരയിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തി യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മർമ്മ ചികിത്സാ കേന്ദ്രം ഉടമ പിടിയിൽ. വല്ലപ്പാടിയിലുള്ള ആർട്ട് ഓഫ് മർമ്മ എന്ന സ്ഥാപനത്തിൽ ചികിത്സയ്ക്കെത്തിയ തൃക്കൂർ സ്വദേശിയായ യുവതിക്ക് നേരെയാണ് ലൈംഗികാതിക്രമം നടന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തുമെന്ന് താക്കീതുമായി ജില്ലാ കളക്ടർ. ആളൂർ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കദളിച്ചിറ നാശത്തിന്റെ വക്കിൽ. വർഷങ്ങളായി പായലും ചണ്ടിയും നിറഞ്ഞുകിടക്കുന്ന ചിറയുടെ പുനരുദ്ധാരണത്തിന് നടപടി വൈകുന്നു. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയുടെ സർവീസ് റോഡിലുള്ള കലുങ്കു പാലത്തിനോട് ചേർന്ന് റോഡരികിൽ സുരക്ഷാ ഭിത്തിയില്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.